ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫീഡിങ് ചുരിദാർ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബെല്ലും അതിൻ്റെ സൈഡിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്തിട്ട് തുണിയിൽ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നാളെ ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ 4 വശങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തുണിയിൽ ഫ്രണ്ട് പാർട്ടിൽ എങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചതും തുണിയുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ച് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ആ സെൻറ്ററിൽ കൂടെ നമ്മൾ അതവിടെ ഒന്ന് സൈഡ് ചെരിഞ്ഞിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതാണ് സെൻറ്ററായിട്ടുള്ള ഈ ഇതിൻ്റെ സിബ് വെച്ച് കൊടുക്കേണ്ട ഓപ്പണിങ്ങിൻ്റെ വശമാണത്. ആ വരട്ട് കൊടുത്തത് അതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒരു പോയിന്റ് ഇപ്പുറത്ത് കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കോർണർ ഭാഗങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് നിവർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ല വശത്തേക്ക് മറിച്ച് അതിൻ്റെ മീതൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തിന് സിബാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സിബ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇത് നല്ലോണം അടുത്ത് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, കാരണം ചാടി അങ്ങോട്ട് നീങ്ങും. അപ്പോൾ കൂടുതൽ സിബ് കാണും ചെയ്യും. ഈ തുണിയുടെ ഭാഗം കുറവായിട്ടും വരും.
ഈ വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് കയറ്റി പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ ഫ്രണ്ട് ഓപ്പണിൻ്റെ പണി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ സിബാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ ഷോൾഡർ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. മേലെ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ ഇപ്പുറത്തെ വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ ചെസ്റ്റിൻ്റെ ഭാഗത്തെ അളവാണ് എടുക്കുന്നത്. അളവിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക. 10 ഇഞ്ച് 2 പോയിൻറ്റിലാണ് ഞാൻ മാർക്ക് ചെയ്യണത്. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുത്തതുപോലെ 13.5 ഇഞ്ചിൽ, അതിൻ്റെ വൈഡ് ഒരു 9.2 എടുക്കുക. ഇനി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാനത് കൈ ജോയിൻ്റ് ചെയ്യാനുള്ള ഭാഗം കുറച്ച് വിട്ടിട്ട് ആണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്, കൈ വെക്കണാട്ടി മുന്നേ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഡ്രസ്സൊന്ന് കൈ വെക്കുമ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ പിടിച്ച് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. നമ്മളെല്ലാ ഭാഗവും 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. മാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ ഞാൻ ഹിപ്പിൻ്റെ അളവ് എടുത്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രമേ സീം അലവൻസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ 1 ഇഞ്ചിൻ്റെ അവിടെ കൊടുന്ന് ലോക്ക് ഇട്ടിട്ട് നിർത്തുക. ഞാൻ ഫ്രണ്ട് പാർട്ടിന് മാത്രമാണ് ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബാക്ക് പാർട്ടിന് ലൈനിങ് കൊടുത്തിട്ടില്ല. കുറച്ച് തടിയുള്ളവർ ചെസ്റ്റും, അതായത് ബ്രസ്റ്റ് സൈസ്, വേസ്റ്റിൻ്റെ അവിടുത്തെ നമ്മുടെ വയറ് കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ലൈനിങ് വെക്കാതെ ഡ്രസ്സ് ഇടരുത്, സ്റ്റിച്ച് ചെയ്തിടരുത്. കഴിയുന്നതും ഫ്രണ്ട് ഭാഗത്തേക്കെങ്കിലും ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. കാരണം ലൈനിങ് വെക്കുമ്പോൾ നമുക്ക് അതൊന്നും എടുത്ത് കാണിക്കില്ല. ലൈനിങ് വെക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗവും എല്ലാ ഭാഗങ്ങളും ഒന്ന് എടുത്ത് മറ്റുള്ളവരെ കണ്ണിലേക്ക് ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കൈയാണ് അടിക്കാൻ പോകുന്നത്, സ്ലീവ്. അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇനി ഞാൻ ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്ലീവിന് ഞാനിവിടെ വൈഡ് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൂസ് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചുകൾ അഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കൈക്കുഴിയുടെ ഇതാണ് കൈക്കുഴിയുടെ ഭാഗം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ മുന്നേ ബോഡി ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നേരെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി ലോക്കിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്ലീവിൻ്റെ വൈഡിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഇനി 2-3 സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. 2-3 സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ അവർക്ക് കുറച്ച് തടി തോന്നുകയാണെങ്കിൽ അത് അഴിച്ച് ഒരു സ്റ്റിച്ച് വിടുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് ലൂസായി കിട്ടും. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുന്ന് നിർത്തി അതേ പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുന്ന് നിർത്തിയിട്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് സൈഡ് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ഈ സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ അരഞ്ച് വെച്ച് 2 പ്രാവശ്യമായി മടക്കി കൊടുക്കുക. ആദ്യം ഒരു അരഞ്ച്, പിന്നെ അവിടെ നിന്ന് ഒരു മടക്ക് കൂടെ കൊടുക്കുക. അപ്പോൾ ഒരു ടോട്ടൽ 1 ഇഞ്ചായി. നമ്മൾ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ അറ്റത്തു നിന്നാണ് കേട്ടോ, അതാണ് നമ്മുടെ ലെങ്ത്തിൻ്റെ ഭാഗമാണത്, അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ മടക്കിയ ഈ വശത്താണ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഈ തട്ടത്തിൻ്റെ വശം കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് നമ്മൾ അപ്പുറം ഇപ്പുറം അരഞ്ച് വിട്ടിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എൻ്റെ വശത്തേക്ക് എത്തി. ഇനി ഇവിടെ നമ്മൾ അരഞ്ച് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വശം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയത്തെ ഭാഗം അടിവശം മടക്കി അടിക്കുക. ഇനി അതേപോലെ ഇപ്പുറത്തെ വശം കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫീഡിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.